സ്വന്തമായി ഒരു വീട് പോലും ഇല്ലാത്തവരാണ് ഞങ്ങൾ. മുരളിക്ക് കിട്ടുന്ന ശമ്പളം മാത്രമാണ് ഞങ്ങളുടെ വരുമാനം. അതൊന്നും എനിക്കറിയണമെന്നില്ല. വിദ്യാഭ്യാസമല്ലേ ഏറ്റവും വലിയ സമ്പാദ്യം. അത് മുരളിക്കുണ്ടല്ലോ, എനിക്കത് മതി. മുരളിയും എന്റെ മകൾ ഉഷയും നല്ല ചേർച്ചയാണ്. മുരളിക്ക് ഇഷ്ടമാണെങ്കിൽ എനിക്കെന്താ വിരോധം? എനിക്ക് സന്തോഷമാണ്. മുരളിയുടെ അച്ഛനുമായി ആലോചിച്ച് അത് ഞങ്ങൾ തമ്മിൽ അത്ര സുഖത്തിലല്ല. സോറി, വേണ്ട. മുരളിയുടെ അമ്മ തന്നെ നിശ്ചയിച്ചാൽ മതി. വിവാഹം ഉടനെ നടക്കണം. അതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നം കൂടിയാണ്. എന്താ? അത് എനിക്ക് 2 ദിവസത്തെ സമയം തരാമോ? അങ്ങനെ ആവട്ടെ. ഞാൻ 2 ദിവസം കഴിഞ്ഞു വരാം. ശരി, ഞാൻ പറ്റട്ടെ. നമസ്കാരം. മുരളി, ഞാൻ വരുന്നു. ഹലോ, ഞാൻ സുമതിയാണ്. ഓ, എന്താ വിശേഷം? നമ്മുടെ മുരളിക്ക് ഒരു വിവാഹാലോചന വന്നിട്ടുണ്ട്. ഓ, വെരി ഗുഡ്. അവൻ ജോലി ചെയ്യുന്ന ഫാക്ടറിയുടെ ഉടമസ്ഥനായ മിസ്റ്റർ വാസുമേനന്റെ മകളെയാണ്. മിസ്റ്റർ വാസുമേനൻ ഇങ്ങോട്ട് വന്ന് ആലോചിച്ചതാണ്. എന്താ ഒന്നും പറയാത്തത്? എന്താ പറയേണ്ടത്? ആ വിവാഹം നടത്തിത്തരണം. ഞാനോ? അല്ലാതെ പിന്നെ ആരാ? ഞാൻ നടത്തി തന്നില്ലെങ്കിൽ അത് നടക്കില്ലേ? തീർച്ചയായും നടക്കും. ഞാനൊരു മനുഷ്യനാണ്, കളിപ്പാവയല്ല. എന്നെ പരിഹസിക്കരുത്. ഈ നിസ്സഹരണം ഞാൻ പ്രതീക്ഷിച്ചാണ്. പിന്നെ എന്തിനെന്നെ വിളിച്ചു? മുരളി നിങ്ങളുടെ മകനായതുകൊണ്ട് നിങ്ങൾ ആ വിവാഹത്തിന് സമ്മതം തരികെങ്കിലും ചെയ്യണം. എന്റെ സമ്മതം വേണമെന്ന് വല്ല നിർബന്ധമുണ്ടോ? ഉണ്ട്, നിർബന്ധമുണ്ട്. സമ്മതം തന്നിരിക്കുന്നു. 100 വട്ടം സമ്മതം തന്നിരിക്കുന്നു. ഇത് പ്രതീക്ഷിച്ചതാണ് ഈ വിവാഹം. ഇതിനു വേണ്ടിയല്ലേ അന്നെന്നെ ആ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്? അതെ, അതിപ്പോഴാണ് മനസ്സിലായത്. ഇത്ര ചെറിയ വീട്ടിലാണ് താമസിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു എഞ്ചിനീയറുടെ ക്വാർട്ടേഴ്സ് ഇല്ലേ? ഇതിൽ കൂടുതൽ സൗകര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. ഡാഡി ഇതൊന്നും അത്ര ശ്രദ്ധിച്ചില്ലായിരിക്കും. ഡാഡി എന്നെ മാത്രമേ ശ്രദ്ധിച്ചുള്ളൂ. ഞാനും. അമ്മേ, അമ്മേ. ഞാനും കൂടെ വരാം. ഫാക്ടറിയിൽ പോകുന്ന വഴിക്ക് എന്നെ ഒന്ന് വീട്ടിൽ വിടണം. വൈകിട്ട് നമുക്ക് ഒന്നിച്ചിങ്ങോട്ട് വരാം. ഉഷ എന്തീ പറയുന്നത്? അങ്ങനെ വീട്ടിൽ പോകുന്നത് ശരിയാണ്? എനിക്കിവിടെ തന്നെ ഇങ്ങനെ ഇരിക്കാൻ എന്നെ കൊണ്ടാവില്ല. അമ്മയുണ്ടല്ലോ. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. എന്താ മുരളി, നീ ഇന്ന് ഫാക്ടറി പോകുന്നില്ലേ? പോകണം. അല്പം നേരത്തെ വരണം. പതിവ് സമയത്ത് വന്നാ പോരാ. ഉഷ ഇതുവരെയൊന്നും കഴിച്ചില്ലല്ലോ മോളെ. വേഗം പോയി കുളിച്ച് കാപ്പി കുടിക്കും മോളെ. ഞാൻ പോയിട്ട് വരാമേ. ഉഷേ, ഇവിടെ സൗകര്യങ്ങളെല്ലാം കുറവാണ്. കുറച്ച് ദിവസം കഴിഞ്ഞാൽ മോക്കെല്ലാം പരിചയമാകും. പിന്നെ ഈ വിഷമങ്ങളൊന്നും തോന്നില്ല. അല്ല, ആരാ? കൂട്ടത്തോട് അകത്തേക്കാണല്ലോ വരവ്. അങ്ങനെ വെളിയിൽ നിന്നാ പോതും. സംഭാവന അങ്കി കൊണ്ടുവന്ന് തരികറേ. പോങ്ങോ പോങ്ങോ.
അങ്ങ് ക്ഷീണിച്ചു പോയല്ലോ അല്ലാതെ. അമ്മ എന്തിനാ സങ്കടപ്പെടുന്നത്? എനിക്കിവിടെ വളരെ സുഖമാണ്. എന്റെ മോളെ, എനിക്കത് കേട്ടാ മതി. അച്ഛാ, എന്റെ കല്യാണം പെട്ടെന്ന് അങ്ങനെ. അത് സാരമില്ല മോളെ, ചിലപ്പോ അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നടന്നു വരും. മോളെ, ഇവർ ഇത്ര വലിയ പണക്കാരാണെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ 10 ദിവസം മുമ്പെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ട് ഞങ്ങളോട് വന്നത്. അദ്ദേഹത്തിന്റെ അച്ഛനാണ്. ഗുഡ് മോർണിംഗ്. എന്റെ വീട്ടുകാരാണ്. ഓഹോ. അച്ഛനും അമ്മയും അനിയത്തിമാരും അനിയനും. ഇതാണ് അക്ബർ. വെരി ഗുഡ്. ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഞാൻ നാളുപിള്ള. ഏത് നാളുപിള്ള? കേട്ടിരിക്കുമല്ലോ. ഇല്ല. ഇപ്പോൾ ലീവിനാണ്. അയ്യോ അമ്മ, കള്ളം പറയാ. അച്ഛൻ ബിസിനസ്സിലാ. എന്തായാലും ഇനിയുള്ളവരുടെ ഭാഗ്യം കൊണ്ടാ എന്റെ മോക്ക് ഇങ്ങനെ ഒരു വീട്ടിൽ വരാനിടയായത്. നിന്റെ ഭംഗി. എന്റെ ഭാഗ്യം കൊണ്ട് തന്നെയാ. അച്ഛനും ചുമ്മാ ഇരിക്കൂ. ഇതാ മരുന്ന്. എന്റെ അച്ഛനും അമ്മയും. കുമാർ, എനിക്ക് അത്യാവശ്യമായിട്ട് പുറത്തു പോകണം. ഇവരുടെ കാര്യങ്ങളൊക്കെ നീ നോക്കും. പറയുമ്പോൾ വിഷമം തോന്നരുത്. ഞാൻ ഇങ്ങനൊന്നും ജീവിച്ച് പരിചയിച്ചിട്ടില്ല. ഡാഡി ഇതൊന്നും ആയിരിക്കില്ല പ്രതീക്ഷിച്ചത്. ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. AC ഉള്ള ഒരു റൂമെങ്കിലും ഉണ്ടോ? ബാത്റൂമിലാണെങ്കിൽ ഒരു ഷവർ പോലുമില്ല. ബെഡ്റൂമിൽ എന്തെങ്കിലും സൗകര്യങ്ങളുണ്ടോ? എന്റെ ബന്ധുക്കളോ ഫ്രണ്ട്സോ ആരെങ്കിലും നമ്മളെ കാണാൻ വന്നാൽ എന്തൊരു കുറച്ചിലായിരിക്കും. ആ, സമയമായി. സിനിമയ്ക്ക് വേണ്ടേ? ചിക്കൻ ഒരു പ്ലേറ്റ് കൂടി. മാഡം. അമ്മേ, അമ്മേ. വരൂ. അമ്മ ഉറങ്ങില്ലേ? ഇല്ല, മക്കള് വരട്ടെന്ന് പറഞ്ഞ് കാത്തിരുന്നു. രണ്ടുപേരും വിശന്ന് തളർന്ന് കാണും. വരൂ, ഊണ് കഴിക്കാം. അമ്മേ, ഞങ്ങൾ ആഹാരം കഴിച്ചു. ഓഹോ, ഉഷയ്ക്ക് ഒരു ചേഞ്ച് ആകട്ടെ എന്ന് കരുതി ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിച്ചു. അമ്മൊന്നും കഴിച്ചില്ലേ? ഇല്ല, കഴിക്കാം. നമസ്കാരം. അപ്പൊ താനക്ക് വാങ്ങി തരില്ല അല്ലേ? ഞാൻ കുടിക്കൂടാ. 7 നാളുള്ള കുടിക്കും. കൊട്ടുപടി തന്നെ കുടിക്കും. ഇഷ്ടം പോലെ കുടിക്കും. ആർക്കാണ് നഷ്ടം? നിന്റെ ചന്തയുടെ പണം കൊണ്ടാണ് ഞാൻ കുടിക്കുന്നത്. അതാ നായ. മുടിഞ്ഞ കുടിയാ. ഇവിടെയാണോ ഛർദിക്കുന്നത്? അങ്ങനെ ഛർദിക്കുന്ന അകത്ത് വന്നൂടെ? പതിയെ കൂടുതൽ കുടിച്ചോണ്ട. ഈ കുപ്പി എന്നെ കൊള്ളാൻ ഞാൻ തരത്തില്ല. ഇത് നാളത്തേക്കാ. ആർക്കും വന്നോ? ഇരുണ്ടു. എനിക്കൊരു കാര്യത്തിലെ വിഷമമുള്ളൂ. മകന്റെ കാര്യങ്ങളൊന്നും എന്റെ മരുമകൾ വേണ്ട പോലെ ശ്രദ്ധിക്കാറില്ല. അവൾക്ക് പണം മതി. എന്നും ഓരോരോ ആവശ്യങ്ങളാ. അതിന് പണം ചോദിച്ച് അവന് സ്വൈര്യം കൊടുക്കാറില്ല. ഒരു ചൊല്ലുണ്ടല്ലോ, കുഞ്ഞിന്റെ വയറ് തള്ളക്കേ അറിയൂ, മരുമകൾക്ക് പണസഞ്ചിയെ അറിയൂ. അതേ അവൾ ശ്രദ്ധിക്കൂ. അനാവശ്യം പറയരുത്.
ഞാൻ നിങ്ങളുടെ മകന്റെ പണത്തിന്റെ കാര്യമാണോ ശ്രദ്ധിക്കുന്നത്? നിങ്ങളുടെ മകന്റെ സ്വത്തും പണവും കണ്ടിട്ടാണോ എന്റെ അച്ഛൻ ഈ വിവാഹം നടത്തിയത്? ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെന്താ പറഞ്ഞത്? ആരെ പറ്റിയാ പറഞ്ഞത്? മോളെ, നിന്നെ പറ്റി ഒന്നുമല്ല ഞങ്ങൾ പറഞ്ഞത്. എന്റെ വീട്ടിലെ കാര്യങ്ങൾ ഓരോന്നും പറയായിരുന്നു. ഇതെന്താ വയ്യമ്പലമാണോ? കണ്ടവർക്കെല്ലാം വന്നിരുന്നു തോന്നിയ കാര്യങ്ങളെല്ലാം പറയാം. ഉഷേ, അരുത്, അങ്ങനെയൊന്നും പറയരുത് ഉഷേ, പ്രത്യേകിച്ച് പ്രായം കൂടിയവരോട്. ഞാൻ പറയും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആരും ഇവിടെ ഇരുന്ന് സംസാരിക്കരുത്. എനിക്കത് അറിയാനുള്ള അധികാരമുണ്ട്. ഇതെന്റെ വീടാണ്. അപ്പോ എന്റെ വീട് എല്ലാം നിങ്ങൾ ഇഷ്ടം പോലെ അങ്ങ് എടുക്കുക അല്ലേ? അതെ. ആഹാ, അരി എത്ര എടുത്ത? എല്ലാം ഇവിടത്തേക്ക് തന്നെയാ. 500 എണ്ണത്തിന് വെച്ച് വിളമ്പണ്ടേ? എന്തെന്നാ താൻ എന്തെന്നാ പറഞ്ഞത്? 500 എണ്ണത്തിനോ? 1000 എണ്ണത്തിന് വെച്ച് വിളമ്പേണ്ടി വരും. അതുകൊണ്ട് വരുന്ന നഷ്ടം ഞാനും എന്റെ മകളെ സഹിച്ചോളാം. താൻ സഹിക്കണ്ട. ഇറങ്ങ ഇറങ്ങി. വേണ്ടതേ എന്നോട് ചോദിച്ചാ മതി, ഞാൻ എടുത്തു തരും. ഇവിടെ ഒരു ചിട്ടയും ഇല്ല. എല്ലാം ഞാനൊന്ന് നേരെ ആക്കുന്നുണ്ട്. അലവലാദികൾ. ഡാഡി തന്നെ എല്ലാം വേണ്ട പോലെ പറഞ്ഞാൽ മതി. അമ്മ സമ്മതിക്കാതിരിക്കില്ല. ഞാൻ പറഞ്ഞു നോക്കാം മോളെ, നിർബന്ധിക്കാനാവില്ലല്ലോ. വരുന്നുണ്ട്. ഡാഡി ഇത് സംസാരിക്കുമ്പോൾ ഞാനിവിടെ നിൽക്കുന്നില്ല. കാപ്പി കുടിക്കൂ. ഒരു പ്രധാന കാര്യം സംസാരിക്കാൻ വേണ്ടി കൂടിയാണ് ഞാൻ വന്നത്. പറയൂ. നിങ്ങൾ ഇവിടെ അമ്മയും മകനും മാത്രമല്ലേ ഉള്ളൂ. വിരോധമില്ലെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടി ഒരുമിച്ച് താമസിക്കാം. അവിടെ അത്രയും വലിയ വീട്ടിൽ ഞാൻ തനിച്ചല്ലേ ഉള്ളൂ. എന്തായാലും അത് ശരിയല്ല. ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്നതും ഭാര്യ അവളുടെ വീട്ടിൽ സ്ഥിരമായി നിൽക്കുന്നതും നല്ലതല്ല. തുറന്നു പറഞ്ഞാൽ ഉഷയുടെ വിവാഹം നടത്തുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചിരുന്നത് മുരളിയെ അവിടെ താമസിപ്പിക്കണമെന്നാണ്. പക്ഷേ മുരളി അതൊന്നും മനസ്സിലാക്കിയിരിക്കില്ല. അവന്റെ ഭാര്യ അവനും അമ്മയും താമസിക്കുന്നിടത്ത് നിന്നാ മതി. ഞാൻ പറഞ്ഞതിനെ പറ്റി തെറ്റിദ്ധരിക്കരുത്. ഒരു വിഷമവും അറിയാതെ എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയാണ് ഉഷ വളർന്നത്. മനസ്സിലായി. മകളോടുള്ള സ്നേഹം കൊണ്ടാണ് അങ്ങ് ഇത്രയും പറഞ്ഞത്. ഒരു കാര്യം ഞാൻ തീർത്തു പറയാം. മുരളിക്ക് അമ്മ അവന്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ അവനും അവന്റെ ഭാര്യയും അമ്മയുടെ കൂടെ തന്നെ നിൽക്കണം. ശരി, നിങ്ങളുടെ ഇഷ്ടം പോലെ. എനിക്ക് പോകാൻ സമയമായി. ശരി. ഉഷേ, മോളെ, അച്ഛൻ പോകുന്നു. ഇനി ഒരിക്കൽ വരാം. ഊണ് കഴിക്കാം. കുമാർ വരട്ടെ. അവനില്ലാതെ ഞാൻ എന്തെങ്കിലും ഊണ് കഴിച്ചിട്ടുണ്ടോ? കുമാർ വന്നിട്ട് മതി, തിരക്കൊന്നുമില്ലെന്ന് പറയായിരുന്നു. അതെ അതെ. സോറി അങ്കിൾ, അല്പം ലേറ്റായി പോയി. എന്താ സീറ്റാണ്. ഇങ്ങോട്ട് കൊണ്ടുവരേ. ഇങ്ങോട്ട് കൊണ്ടുവരേ. ഞാൻ നോക്കട്ടെ. രാത്രി പിടിച്ച മനുഷ്യനെന്നാ. അതിനാ ആഹാരം ഇങ്ങോട്ട് കൊണ്ടുവരട്ടെ. എന്റെ മകൻ എന്നെ ഓർക്കുന്നില്ലെങ്കിലും നിങ്ങൾ എന്നെ പറ്റി ഓർത്തല്ല ശിവരാമൻ നായരെ. ഞാൻ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോളാം. എനിക്ക് പ്രമേഹമുണ്ടോ? ഇല്ല. ദഹനക്കേടുണ്ടോ? ഇല്ല. ഇങ്ങോട്ട് കൊടുക്കുന്നേ. എന്താ കാരണം? ഡിസിപ്ലിൻ. എടാ തെണ്ടി, നീ എന്താ കാണിച്ചത്? നിന്നെ ഞാൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. നിങ്ങൾ ആരാ എന്നെ ഡിസ്മിസ് ചെയ്യാൻ? എടാ പൊരിക്കി, നീ എന്താ ചോദിച്ചത്? ഞാൻ ആരാ നിനക്ക് അറിയണം? അറിയണം. അറിയണം. എങ്കിൽ എന്താ ഇത്?
ഇതൊരൈശ്വര്യമുള്ള കുടുംബമായിരുന്നു. എല്ലാം നശിച്ചു. ശിവരാമൻ നായരെ, ഈ വീട് പ്രതിഷ്ഠയില്ലാത്ത അമ്പലം പോലെയാണ്. ഞാൻ എന്റെ വീട്ടിലേക്ക് പോന്നു. കാർ അയക്കാൻ പറഞ്ഞ് ഡാഡിക്ക് ഫോൺ ചെയ്തിട്ടുണ്ട്. ഇത് നീ മുരളിയോട് പറഞ്ഞിരുന്നോ? എനിക്ക് ആരുടെയും സമ്മതം വേണ്ട. സ്വന്തം വീട്ടിലേക്കാണെങ്കിൽ പോലും ഭർത്താവിന്റെ അറിവോ സമ്മതമോ കൂടാതെ പോകുന്നത് ശരിയല്ല മോളെ. ഞാനൊരു വളർത്തുമൃഗമൊന്നുമല്ല എന്നെ ഈ തൊഴുത്തിൽ കെട്ടിയിടാൻ. അത്തരമൊരു ജീവി പോലും മറ്റുള്ളവരെ പേടിക്കും, അല്പ അനുസരണശീലവും കാണിക്കും. എന്നുവെച്ചാൽ ഞാനൊരു മൃഗത്തെക്കാൾ മോശമാണെന്ന് അതല്ലേ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? ഭർത്താവിന്റെ വീടിനൊരു തൊഴുത്തായി കാണുന്ന ഭാര്യയോട് ഇത്രയും പറഞ്ഞാ പോരാ. ഭർത്താവിന്റെ അമ്മ അത്ര ഒരു ജീവി ആയതുകൊണ്ടാണ് ഭാര്യയ്ക്ക് അങ്ങനെ തോന്നിയത്. പക്ഷേ നിങ്ങൾക്ക് എന്തും പറയാമെങ്കിൽ ഞാനും ചിലത് പറയും. ശരിയാണ്, നീ എന്തിനും പോന്നവളാ. എന്നെ എന്റെ മകനെ കൂട്ടാക്കാതെ ഇറങ്ങിപ്പോൻ തീരുമാനിച്ചില്ലേ? ഒന്നിനും മടിക്കില്ല. എനിക്കിത് കിട്ടണം. എന്റെ മകന് ഉയർന്ന ഒരു കുടുംബത്തിൽ നിന്ന് വിവാഹാലോചന വന്നപ്പോൾ അഭിമാനം കൊണ്ട് സ്വയം മറന്നവളാണ് ഞാൻ. ഈ വീട്ടിൽ വന്ന് കയറിയപ്പോൾ മരുമകളെയല്ല മകളെയാണ് കിട്ടിയിരിക്കുന്നതെന്ന് കരുതി ആഹ്ലാദിച്ചവളാണ് ഞാൻ. അതെ അതെ, അതുകൊണ്ടാണല്ലോ എന്റെ ഡാഡി ഇവിടെ വന്നപ്പോൾ നിങ്ങൾ എങ്ങനെ പെരുമാറിയത്? എങ്ങനെ? എന്റെ അച്ഛനോട് എന്തെങ്കിലും മോശമായ തരത്തിൽ ഞാൻ സംസാരിച്ചോ? എന്റെ അച്ഛനെ അപമാനിച്ചാണ് നിങ്ങൾ ഇവിടെ ഇറക്കി വെച്ചത്. അതുപോലെ നീ ഇതും പറയും, ഇതിനപ്പുറവും പറയും. മര്യാദയ്ക്ക് സംസാരിക്കണം. കേട്ടോ നിങ്ങളുടെ അമ്മ പറഞ്ഞത്? എന്റെ അച്ഛൻ മോശക്കാരനാണെന്ന്. ഇങ്ങനെ ഞങ്ങളെ ഇൻസൾട്ട് ചെയ്താൽ സഹിക്കാൻ നോക്കുമോ? വിവാഹം കഴിഞ്ഞ് ഞാനിവിടെ വന്നു കയറിയപ്പോ മുതൽ തുടങ്ങിയതാ നിങ്ങളുടെ അമ്മ എന്നെ ഉപദ്രവിക്കാൻ. ഇതുവരെ ഞാൻ സഹിച്ചു. പലതും നിങ്ങളെ അറിയിക്കാതെ ഞാനിവിടെ ജീവിച്ചു. എന്നെ കാണാൻ വന്ന എന്റെ ഡാഡി മനോവ്യഥയോടുകൂടിയാണ് ഇറങ്ങിപ്പോയത്. ഇപ്പൊ നിങ്ങളുടെ അമ്മ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുന്നില്ല, എന്റെ വീട്ടിലേക്ക് പോയിക്കളാം. പക്ഷേ മോനെ, ഞാൻ പറയുന്നതും അവള് പറയുന്നതും എന്താണെന്ന് അമ്മ മിണ്ടാ നിൽക്കുന്നുണ്ടോ? ഞാൻ പോകുന്നു. നിങ്ങൾക്ക് എന്നെ കാണണമെങ്കിൽ എന്റെ വീട്ടിലേക്ക് വന്നാൽ മതി. പക്ഷേ മോളെ, മോളെ ഞാൻ പറയുന്നത് കേൾക്കൂ മോളെ. അമ്മയ്ക്കൊന്ന് അറിഞ്ഞൊരുങ്ങിയിരുന്നൂടെ? ഇത്രയും പ്രായമായില്ലേ? ഉഷയുടെ കാര്യങ്ങൾ അമ്മ എന്നെ ഇടപെടുന്നു. ഈശ്വരനെ വെച്ചല്ലേ നാമം വിളിച്ചുകൊണ്ടിരിക്കാതെ അവളുടെ കാര്യം അമ്മയെ പോയി നോക്കിയാണ് വേണ്ടത്. ഉഷ പറഞ്ഞ വാസ്തവമാണ്. അവൾ ഇവിടെ വന്നതിന് ശേഷം ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ വിവാഹം കഴിച്ചത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും അവൾ ഇറങ്ങിപ്പോയല്ലോ. അമ്മയ്ക്ക് തൃപ്തിയായില്ലേ? ഞാനും പോയേക്കാം. അമ്മയോട് ഒറ്റയ്ക്ക് കഴിഞ്ഞാൽ മതി. അമ്മയ്ക്ക് ചെലവുള്ള പണം ഞാനിവിടെ എത്തിച്ചേരാം. അമ്മയ്ക്ക് സുഖമായിട്ട്.